സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക ക്ഷയരോഗ ദിനാചരണം 24-ന് നടക്കും. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടക്കുമെന്ന് അധികൃതർ. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം. കർഷക തൊഴിലാളി സംഘം BMS ജില്ലാ സമ്മേളനത്തിന് സമാപനം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതായി ആരോപണം. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചദിന സത്യാഗ്രഹം തുടങ്ങി. ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ജലം ശുദ്ധീകരിച്ച് കൃഷിഭൂമിയിലേക്ക്. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ തീർക്കുന്നത് പുതിയ മാതൃക. ഗോത്രസ്മൃതികൾ ഉണർത്തി പുല്ലൂർ പെരിയയിൽ ഊരുത്സവം നടന്നു. കുടുംബശ്രീ CDS ഒരുക്കിയ ഊരുത്സവം ശ്രദ്ധേയമായി. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണം. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ട ഓട്ടം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ലോക ക്ഷയരോഗ ദിനാചരണം 24-ന് നടക്കും. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിക്കും. ലോക ക്ഷയരോഗ ദിനാചരണം 24-ന് നടക്കും. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് IMA ഹാളിൽ നടക്കും. രാവിലെ 9:30-ന് ക്ഷയരോഗ ബോധവൽക്കരണ റാലിയും നടക്കും. ജില്ലാതല ഉദ്ഘാടനം K. കുഞ്ഞിരാമൻ MLA നിർവഹിക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ MC വിമൽരാജ്, ഡോക്ടർ മുരളീധര നല്ലൂരായ, വിൻസെന്റ് ജോൺ, PV രാജേന്ദ്രൻ, P. സുകുമാരൻ എന്നിവർ സംബന്ധിച്ചു. കർഷക തൊഴിലാളി സംഘം BMS ജില്ലാ വാർഷിക സമ്മേളനത്തിന് സമാപനം. മാവുങ്കാൽ നന്ദനം ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. കർഷക തൊഴിലാളി പെൻഷൻ 2000 രൂപയായി ഉയർത്തണമെന്ന് കർഷക തൊഴിലാളി സംഘം BMS ജില്ലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. മാവുങ്കൽ നന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം BMS ജില്ലാ സെക്രട്ടറി KA ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ തൊഴിലാളികൾക്കും പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ സംഘടന ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. തൊഴിലാളി ബോർഡിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അത് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ, അത് ആ തൊഴിലാളികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മുടെ സംഘടന ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സംഘടനയുടെ ഓരോ യൂണിറ്റ് തലത്തിലുള്ള പ്രവർത്തകരും ഈ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള ആനുകൂല്യത്തെക്കുറിച്ച് ബോധവാന്മാരാകണം. അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഓരോ പ്രവർത്തകരും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ബോർഡിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. BMS ജില്ലാ പ്രസിഡന്റ് T. കൃഷ്ണൻ അധ്യക്ഷനായി. ചടങ്ങിൽ KV ബാബു, പ്രിയ പരവനടുക്കം, ഓമന, സത്യനാഥ്, N. ഐത്തപ്പ, ഗിരീഷ് കുമാർ പുല്ലൂർ എന്നിവർ സംസാരിച്ചു. P. ഗോപാലൻ നായർ സ്വാഗതം പറഞ്ഞു. ഗിരീഷ് കുമാറിനെ പ്രസിഡന്റായും P. ഗോപാലൻ നായരെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. സ്റ്റാഫ് നഴ്സുമാരുടെ ഒഴിവുകൾ നികത്തണമെന്ന് ആവശ്യം. 58-ാം കേരള ഗവൺമെന്റ് സ്റ്റാഫ് നഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. സ്റ്റാഫ് നഴ്സുമാരുടെ ഒഴിവുകൾ നികത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സർവീസിൽ നിന്ന് വിരമിച്ച K. രവീന്ദ്രനാഥൻ, PK ഇന്ദിര എന്നിവർക്ക് സമ്മേളനം യാത്രയയപ്പ് നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി OS മോളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർവീസ് മേഖലയിലാണെങ്കിലും അസംഘടിത മേഖലയിലാണെങ്കിലും ഒക്കെ ധാരാളം പ്രക്ഷോഭങ്ങൾ നടത്തുന്നത്. ഇന്ന് നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ചൊന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആരും പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നില്ല. നമ്മളെന്തിനായിരുന്നു നമ്മുടെ DHS പഠിക്കാൻ നടത്തിയ നിരാഹാര സമരം നമ്മൾ നടത്തിയത്? പുതുതായിട്ട് ഒന്നും നേടിയെടുക്കാൻ വേണ്ടിയല്ല. നമുക്ക് എത്രയോ നാളുകളായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷ്യോ പ്രൊമോഷൻ, ആ പ്രൊമോഷനുള്ള അവസരം നഷ്ടപ്പെടുത്തുമ്പോൾ അതിനിമേൽ നൽകാനാവില്ല എന്ന് നമ്മുടെ അധികാരികൾ നമ്മളോട് പറയുമ്പോൾ അതിനെതിരെയാണ് നമ്മൾ നടത്തിയ ചെറുത്തുനിൽപ്പ്. ഇതുപോലെയാണ് നാനാ മേഖലകളിലും നടക്കുന്ന ചെറുത്തുനിൽപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രജനി M. അധ്യക്ഷത വഹിച്ചു. KP ശാന്തകുമാരി, ജോളി ജോസഫ്, PK ഇന്ദിര, CM മേരിക്കുട്ടി, അഭിലാഷ് എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു. ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ജലം കൃഷിക്ക് ഉപയോഗിച്ച് കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ മാതൃകയാകുന്നു. 3 ഏക്കർ സ്ഥലത്താണ് കൃഷി ഒരുങ്ങുന്നത്. പാഴായി പോകുന്ന ജലം കൃഷിക്കായി ഉപയോഗിച്ച് കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ ജീവനക്കാരും മാനേജ്മെന്റും പുതിയ മാതൃക തീർക്കുന്നു. ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ ശുദ്ധീകരിച്ചെടുക്കുന്ന ജലമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശുദ്ധീകരിച്ചെടുക്കുന്ന വെള്ളം പൂർണ്ണമായും കൃഷിക്ക് ഉപയോഗിക്കാനാണ് തീരുമാനം. മൻസൂർ ആശുപത്രിയോട് ചേർന്നുള്ള 3 ഏക്കർ സ്ഥലം കൃഷിയിടമാക്കാനാണ് പദ്ധതിയിടുന്നത്.
പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷിയൊരുക്കുന്നത്. 1000-ലധികം വാഴകൾ നട്ടുകഴിഞ്ഞു. പച്ചക്കറി കൃഷിയും ഒരുക്കുന്നുണ്ട്. വെണ്ട, പയർ, ചീരകൃഷി എന്നിവയാണ് ഇറക്കുന്നത്. മാനേജ്മെന്റിന്റെ പിന്തുണയോടെ ജീവനക്കാരുടെ കൂട്ടായ്മയിലാണ് കൃഷി ചെയ്യുന്നത്. മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ സി കുഞ്ഞാമത് പാലക്കി നടീലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സി സംശുദ്ദീൻ പാലക്കി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകി. ജില്ലയിൽ തന്നെ ഇത്തരമൊരു സംരംഭം ആദ്യമായാണ് രൂപം കൊള്ളുന്നത്. പയ്യന്നൂരിലെ പ്രൊവിഡന്റ് വാട്ടർ എനർജി കമ്പനിയാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ചു നൽകിയത്. മൻസൂർ ഹോസ്പിറ്റൽ ജീവനക്കാരൻ അബ്ദുൾ ഖാദറിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് കൃഷിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകുന്നത്. ജൈവ കാർഷിക രംഗത്ത് ഒട്ടേറെ കൂട്ടായ്മകളും മാതൃകകളും സജീവമായ ജില്ലയിൽ ഒരു ആതുര സേവന കേന്ദ്രവും കാർഷിക രംഗത്ത് ഇടപെടുകയാണ്. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ആദിവാസി കലാരൂപങ്ങൾക്ക് പുത്തൻ ഉണർവേകി ഊരുത്സവം. പുല്ലൂർപെരിയ പഞ്ചായത്തിലെ കാലിയെടുക്കത്താണ് ഊരുത്സവം സംഘടിപ്പിച്ചത്. ആദിവാസി ഊരുകളിൽ കാരണവന്മാർ മാത്രം സ്വായത്തമാക്കിയിരിക്കുന്ന കലാരൂപങ്ങളെ പുതുതലമുറക്ക് കൈമാറുന്നുള്ള വേദി കൂടിയായി ഊരുത്സവം മാറുകയുണ്ടായി. പുല്ലൂർപെരിയ പഞ്ചായത്തിലെ 14 ഊരുകൂട്ടങ്ങളിലെ കലാകാരന്മാർ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. 5 ഊരുമുപ്പന്മാർ ഒത്തുചേർന്ന് ഭദ്രദീപം കൊളുത്തിയാണ് ഊരുത്സവത്തിന് തുടക്കമിട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രവിദാക്ഷൻ ഊരുത്സവം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ രാശിയുടെ ഉണ്ടായ മുതൽ നമ്മുടെ അതിന്റെ സംസ്കാരവും അതിന്റെ പൈതൃകവും ഒക്കെ ജനവിഭാഗത്തിന്റെ വ്യത്യസ്ത രീതിയിലുള്ള സാമുദായികപരമായിട്ട്, വിശ്വാസപരമായിട്ട്, അനുഷ്ഠാനപരമായിട്ട്, ആചാരപരമായിട്ടൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്കൃതി ഭാരതത്തിലുണ്ടായിരുന്നു. ആ സംസ്കൃതിയുടെ ഏറ്റവും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമാണ് നമ്മുടെ സമുദായത്തിനകത്തെ പട്ടികവർഗ വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടതെന്ന് നമ്മുടെ ചരിത്രം വിലയിരുത്തപ്പെട്ട വിഭാഗത്തിന്റെയും ഒരു സംസ്കൃതി എന്ന് പറയുന്നത്. ആ സംസ്കൃതി കൂടാതെ ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ ഭാരതത്തിന്റെ ചരിത്രം എഴുതാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ആ സത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ടാണ് നമ്മൾ ഈ കൂട്ടായ്മകൾ ഇപ്പോഴും പട്ടികവർഗ മേഖലകളിൽ ഒരു വേറിട്ട സംസ്കാരമായി നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് ഈ ഒരു സംസ്കാരം നിലനിൽക്കുന്നത്. പഞ്ചായത്തിലെ ഊരുമുപ്പന്മാരെ ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി. വാർഡംഗം വിനോദ് കുമാർ പള്ളയിൽ വീട് ഊരുമുപ്പന്മാരെ ഷാളണയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ കല്യാണി അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ചെമ്പരിക്ക, പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ബാലൻ, ഗീതാ നാരായണൻ, പി മാധവൻ, എം ശൈലജ, കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർമാരായ വിജയൻ, മുഹമ്മദ് കുഞ്ഞി, ഊരുമുപ്പൻ സി കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ കെ രാധിക സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. തെയ്യങ്കലയിലും പരമ്പരാഗത വൈദ്യരംഗത്തും കഴിവ് തെളിയിച്ച ഊരുമുപ്പന്മാരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. എടമുണ്ടയിലെ സി കണ്ണൻ, കാലിയെടുക്കത്തെ നാർക്കളൻ, തന്നിത്തോട്ടെ പൊക്ലൻ, കമലപ്പിലാവിലെ കൃഷ്ണൻ, പുക്കളത്തെ കണ്ണൻ, ചാലിങ്കാലിലെ ബാലൻ, കാലിയെടുക്കത്തെ നാരായണൻ, വിധിയാലിലെ ഗംഗാധരൻ, കണ്ണോത്തെ കുമാരൻ, മുത്തനെടുക്കത്തെ KP കൃഷ്ണൻ, നെടുവോട്ടുപാറയിലെ P നാരായണൻ എന്നിവരെയാണ് ആദരിച്ചത്. ഊരുത്സവത്തിന്റെ ഭാഗമായി നടന്ന മത്സരങ്ങൾ ഏറെ ശ്രദ്ധേയമായി. തുടികൊട്ടിന്റെ താളത്തോടെ മംഗലം കളിയും നടന്നു. $48 പോയിന്റ് നേടിയ കമലപ്ലാവ് ഊരുകൂട്ടം മത്സരത്തിൽ ജേതാക്കളായി. 20 പോയിന്റ് നേടിയ ചാലങ്കാൽ ഊരുകൂട്ടം 2ാം സ്ഥാനം നേടി. 15 പോയിന്റ് നേടിയ കരക്കക്കുണ്ട് എടമുണ്ട ഊരുകൂട്ടം 3ാം സ്ഥാനവും നേടി. മംഗലം കളി മത്സരത്തിൽ കമലപ്ലാവ് 1ാം സ്ഥാനവും ചാലങ്കാൽ 2ാം സ്ഥാനവും നേടുകയുണ്ടായി. കണ്ണമ്മ കണ്ണമ്മ കരയന്ത് കാക്കരച്ചിയും കണ്ണമ്മീനും, കണ്ണമ്മ കണ്ണമ്മ കരയന്ത് കാക്കരച്ചിയും കണ്ണമ്മീനും, ചെമ്മാച്ചോറ് തിളച്ചു വരുമ്പോ കൈയിട്ടളക്കടി കണ്ണമ്മ തകലാലേ ലേ 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 ലാലേ ഓലേ ലേ 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 ലാലേ ലേ 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 ലാലേ ഓലേ ലേ 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 ലേ. പുല്ലൂർപെരിയയിലെ എടമുണ്ടയിൽ രാജീവ് ഭവന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. രാജീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനാണ് കെട്ടിടം ഒരുങ്ങുന്നത്. പുല്ലൂർപെരിയ പഞ്ചായത്തിലെ എടമുണ്ടയിൽ കോൺഗ്രസ് നിർമ്മിക്കുന്ന രാജീവ് ഭവന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. രാജീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളും ആശയങ്ങളും
സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടമാണിത് എന്ന് നമുക്കെല്ലാം അറിയാം. അധികാര രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസിനെ താഴെയിറക്കാനും കേന്ദ്രത്തിൽ പുതിയ അധികാര വാഴ്ചക്ക് കളമൊരുക്കാനും നമ്മുടെ രാജ്യത്തെ വർഗീയ ശക്തികൾക്ക് സാധിച്ചു എന്നുള്ളതൊരു സത്യമാണ്. DCC ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽ വീട് അധ്യക്ഷനായി. ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ ഹക്കീം കുന്നിൽ, CK അരവിന്ദാക്ഷൻ, സാജിദ് മൗവൽ, അഡ്വക്കേറ്റ് MK ബാബുരാജ്, പ്രമോദ് പെരിയ, V കണ്ണൻ, C കണ്ണൻ, മജീദ്, C അശോകൻ, PV സുരേഷ്, KV ഗംഗാധരൻ, തങ്കമണി C നായർ, ശകുന്തള, പ്രസീത, ചന്ദ്രിക, സുജാത, സുധാമണി എന്നിവർ സംസാരിച്ചു. P പരമേശ്വരൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി ബോധവൽക്കരണം തുടങ്ങി. ഇതിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രി പരിസരത്ത് കൂട്ട ഓട്ടം സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണം ഒരുക്കാനാണ് ആരോഗ്യവകുപ്പ് അധികൃതർ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ജില്ലാ ആശുപത്രി പരിസരത്താണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ജില്ലാ ആശുപത്രി ജീവനക്കാരും ആരോഗ്യ പ്രവർത്തകരും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. നഴ്സിംഗ് സൂപ്രണ്ട് പൊന്നമ്മ ഫ്ലാഗ് ഓഫ് ചെയ്തു. കൂട്ടയോട്ടത്തിന് ആരോഗ്യവകുപ്പ് ജീവനക്കാരായ MV അശോകൻ, മേരിക്കുട്ടി, ശാരദാമണി, K ആസ്മ എന്നിവർ നേതൃത്വമേകി. ലോക ജലദിനത്തിൽ കിനാനൂർ കരിന്തളത്തെ വട്ടക്കല്ല് തട്ടിൽ വേറിട്ടൊരു പ്രതിഷേധ സമരം നടന്നു. കഴിഞ്ഞ 2 വർഷമായി നോക്കുകുത്തിയായി കിടന്നിരുന്ന ജലസംഭരണിയിൽ വെള്ളം നിറച്ചായിരുന്നു പ്രതിഷേധം. CPIയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. 2012 ജലസംഭരണിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഇവിടെ 40ഓളം കുടുംബങ്ങൾ കിലോമീറ്ററുകളോളം നടന്നുപോയി തലച്ചുമടായാണ് വെള്ളം എത്തിക്കുന്നത്. ചിലർ വാഹനങ്ങളിലും വെള്ളം കൊണ്ടുവരുന്നു. ജലസംഭരണി, പമ്പ് ഹൗസ്, കുളം, ടാങ്ക് എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിലും പമ്പ് ഹൗസിന് വൈദ്യുത കണക്ഷൻ ലഭിക്കാത്തതാണ് പ്രശ്നം. നേരത്തെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതായിരുന്നു പ്രശ്നം. പിന്നീട് ഇത് പരിഹരിച്ചുവെങ്കിലും നടപടികളുടെ നൂലാമാലകൾ അഴിയാത്ത സ്ഥിതിയാണ്. ഈ വേനലിലെങ്കിലും കുടിവെള്ളം വിതരണം തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ഇക്കാര്യം ഉറപ്പാക്കാൻ സമരരംഗത്തിറങ്ങുമെന്ന് CPI കിനാനൂർ കരിന്തളം ലോക്കൽ കമ്മിറ്റി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് സൂചനാ സമരം നടന്നത്. മുൻ MLA M കുമാരൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥലം കണ്ടെത്തുകയും അവർക്കാവശ്യമായിട്ടുള്ള ഗതാഗതത്തിനുള്ള സൗകര്യം റോഡ് ഉൾപ്പെടെ നടത്തുകയും വൈദ്യുതിയും ആവശ്യത്തിനുള്ള കുടിവെള്ള പദ്ധതിയും ആരംഭിച്ചുകൊണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആരംഭിച്ചത് 2 വർഷം കാലത്താണ്. അന്ന് തൊട്ട് തുടങ്ങിയിട്ടുള്ള മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾ, വീടും വൈദ്യുതിയുമെല്ലാം എത്തിയിട്ടുണ്ടെങ്കിലും ഈ പ്രദേശത്ത് ആവശ്യമായിട്ടുള്ള ശുദ്ധജലം എത്തിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. CV സുകേഷ്, N പുഷ്പരാജൻ, KT ബാലകൃഷ്ണൻ, ജെയിംസ് തോമസ്, ബാലൻ, ഗംഗാധരൻ, സുരേഷ് എന്നിവർ സംസാരിച്ചു. ആനന്ദാശ്രമം ലയൺസ് ക്ലബിന്റെയും കാഞ്ഞങ്ങാട് കൃഷ്ണ മെഡിക്കൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ K ഹേമരാജ്, ഡോക്ടർ സൂരജ് S നമ്പ്യാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ആനന്ദാശ്രമം ലയൺസ് ക്ലബിന്റെയും കാഞ്ഞങ്ങാട് കൃഷ്ണ മെഡിക്കൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ മൂലക്കണ്ടം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ ജയന്തി എന്നിവരുടെ സേവനം ക്യാമ്പിന് ലഭിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂലക്കണ്ടം ഈ ഒരു വാർഡിന് ഒരുപാട് പ്രത്യേകതകളുള്ളത്, അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നതുമായ ഒരു വാർഡാണ് എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ വെക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായ ലയൺസ് ക്ലബിന്റെ ഭാരവാഹികളെ ആദ്യമായിട്ട് ഞങ്ങളുടെ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ഇവിടുത്തെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചു കഴിഞ്ഞു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശശിധരൻ K അധ്യക്ഷത വഹിച്ചു. പത്മിനി, PK കാർത്തിയായനി, K ബാലകൃഷ്ണൻ, HR ചഞ്ചലാക്ഷി, സജീവ് മാത്യു, M തങ്കരാജൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നിർധനരായ രോഗികൾക്ക് ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണം ചെയ്തു. കുന്നുമ്മൽ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഏകദിന വോളിബോൾ ടൂർണമെന്റ് ആവേശമായി. കോട്ടശ്ശേരിയിലെ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിലായിരുന്നു മത്സരം നടന്നത്.
കുന്നുമ്മൽ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച ഏകദിന വോളിബോൾ ടൂർണമെന്റിൽ യുവജന മാണിക്കോത്ത് ജേതാക്കളായി. അതിഞ്ഞാൽ അരയ പ്രദേശ് 2ാം സ്ഥാനം നേടി. അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡിനും സി കേളുനായർ മെമ്മോറിയൽ ക്യാഷ് അവാർഡിനും AKG മെമ്മോറിയൽ ട്രോഫികൾക്കും വേണ്ടിയാണ് മത്സരം നടന്നത്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. K വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷനായി. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി M പോക്ലൻ സമ്മാന വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, വിജയം പാലക്കുന്ന്, VV രമേശൻ, മുഹമ്മദ് കുഞ്ഞി, PP ചന്ദ്രൻ, BM കൃഷ്ണൻ, വിശ്വനാഥൻ, നാരായണൻ എന്നിവർ സംസാരിച്ചു. മടിയൻ ഗവൺമെന്റ് LP സ്കൂൾ വികസനത്തിന്റെ പാതയിൽ. സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 90 വർഷത്തിലധികം പാരമ്പര്യമുള്ള മടിയൻ ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ അധ്യയന വർഷം മുതൽ LKG UKG ക്ലാസുകൾ ആരംഭിക്കുന്നു. വിദ്യാലയത്തിന്റെ പ്രവർത്തനം സജീവമാക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. അജാനൂർ വാർഡ് മെമ്പർ MM അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. ബേക്കൽ AEO K രവിവർമ്മൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം നവംബർ മാസം ഇതുപോലൊരു വികസന സെമിനാർ ഈ സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായി. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെയും പ്രമുഖ ഓഫീസർമാരടക്കമുള്ള കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു. അതുപോലെ ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ചന്ദ്രശേഖർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികളൊക്കെ പങ്കെടുത്ത യോഗമായിരുന്നു അന്ന് ഇവിടെ നടന്നത്. ചടങ്ങിൽ P ശിവാനന്ദൻ, ഗംഗാധരൻ പാലക്കി, M ശ്രീനിവാസൻ, V കമ്മാരൻ, മുബാറക് ഹസൈനാർ, രമേശൻ P, ജ്യോതി ബസു, K നാരായണൻ, രവീന്ദ്രൻ K, ധന്യ രമേശൻ, ശ്രീമതി സരസമ്മ, A ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നീലേശ്വരം നമ്പ്യാർക്കൽ അണക്കെട്ടിന് സമീപത്തെ നിർദ്ദിഷ്ട റോഡ് പാലത്തിന്റെ പ്രാരംഭ ജോലികൾ തുടങ്ങി. നിലവിലുള്ള അണക്കെട്ട് ബലപ്പെടുത്തുന്ന ജോലി അവസാന ഘട്ടത്തിലാണ്. കർഷകരുടെയും നാട്ടുകാരുടെയും ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു അണക്കെട്ടും റോഡ് പാലവും. നിരവധി തവണ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയും പുതുക്കിയും വർഷങ്ങൾ നീണ്ട ഔദ്യോഗിക നടപടികൾക്ക് ശേഷമാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയത്. മണ്ണ് പരിശോധന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഷട്ടറുകൾ പഴകിദ്രവിച്ച് വെള്ളം ചോരുന്ന നിലവിലുള്ള അണക്കെട്ട് ബലപ്പെടുത്തുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. 6 കോടി രൂപയോളം വരുന്ന എസ്റ്റിമേറ്റിൽ 2 കോടിയിലധികം രൂപ അണക്കെട്ട് ബലപ്പെടുത്താനാണ് ചെലവഴിക്കുന്നത്. ഇത് പൂർത്തിയായാൽ 75 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലും ട്രാക്ടർ വേ എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്ന റോഡ് പാലം ഒരുങ്ങും. 2 പ്രവൃത്തികളും പൂർത്തിയാകുന്നതോടെ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നു എന്ന പരാതിക്ക് പരിഹാരമാകുന്നതിനൊപ്പം പ്രദേശവാസികളുടെ യാത്രാ സംബന്ധമായ വികസന സ്വപ്നങ്ങളും പൂവണിയും. കല്യാൺ റോഡ് കൈരളി കലാകേന്ദ്രത്തിന്റെ 19ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. ഉത്തരമേഖല കമ്പവലി മത്സരം നടന്നു. കല്യാൺ റോഡ് കൈരളി കലാകായിക കേന്ദ്രത്തിന്റെ 19ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉത്തരമേഖല കമ്പവലി മത്സരം സംഘടിപ്പിച്ചു. ആവേശകരമായ അന്തരീക്ഷത്തിൽ നടന്ന മത്സരം BJP ദേശീയ സമിതി അംഗം മടി K കമ്മാരൻ ഉദ്ഘാടനം ചെയ്തു. നാടിലെ ജനങ്ങളുടെ ചിന്തയ്ക്ക് വളരെ വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് സാഘോഷം നടത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കൈരളി 2 മാസക്കാലത്തോളം തുടർച്ചയായിട്ടുള്ള ചില പരിപാടികൾ ഈ നാട്ടിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രയോജനകരമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക. ആ പരിപാടികൾ എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്, സ്തുത്യർഹമായിട്ടുള്ള പരിപാടികളാണ് കൈരളിയുടെ ഭാരവാഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ദൈനംദിനം. ക്ലബ് പ്രസിഡന്റ് T ഷിജു അധ്യക്ഷനായി. വിജയികൾക്ക് ഹോസ്ദുർഗ് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് മണിരാജ് സമ്മാനം വിതരണം നടത്തി. വാർഡംഗം P വസന്ത, ശ്രീധരൻ കാരാക്കോട്, അംബിക, KT ലീലാമണി എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി K സനൽകുമാർ സ്വാഗതവും പ്രദീപ് കല്യാൺ റോഡ് നന്ദിയും പറഞ്ഞു. ബ്രഹ്മകലശോത്സവം നടന്നുവരുന്ന മരക്കാപ്പ് കടപ്പുറം മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിയാദരങ്ങളോടെ നടന്നു. ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ആബാലവൃദ്ധം ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. പ്രതിഷ്ഠാ ചടങ്ങിന് തലേന്ന് മുക്കുവ ക്ഷേമസമാജം വനിതാ കമ്മിറ്റി ക്ഷേത്രത്തിലേക്ക് തിരുമുൽക്കാഴ്ച സമർപ്പിച്ചു. തൈക്കടപ്പുറം കടപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് കാഴ്ചാ സമർപ്പണ ഘോഷയാത്ര തുടങ്ങിയത്.
8-ാം സുദിനമായ നാളെ രാവിലെ 5 മണിക്കും 6 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ അശ്വതി നക്ഷത്രത്തിൽ ദേവിയുടെ പ്രതിഷ്ഠ നടക്കുന്നു. പ്രവൃത്തി കടപ്പുറത്ത് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ച ഘോഷയാത്രയിലും ഘോഷയാത്ര കാണാനും വൻ ജനാവലി അണിനിരന്നു. നിശ്ചല ചലന ദൃശ്യങ്ങളും മുത്തുക്കുടകളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. വാദ്യമേളങ്ങളും ഒരുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക ക്ഷയരോഗ ദിനാചരണം 24-ന് നടക്കും. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടക്കുമെന്ന് അധികൃതർ. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം. കർഷക തൊഴിലാളി സംഘം BMS ജില്ലാ സമ്മേളനത്തിന് സമാപനം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതായി ആരോപണം. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചദിന സത്യാഗ്രഹം തുടങ്ങി. ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ജലം ശുദ്ധീകരിച്ച് കൃഷിഭൂമിയിലേക്ക്. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ തീർക്കുന്നത് പുതിയ മാതൃക. ഗോത്രസ്മൃതികൾ ഉണർത്തി പുല്ലൂർ പെരിയയിൽ ഊരുത്സവം നടന്നു. കുടുംബശ്രീ CDS ഒരുക്കിയ ഊരുത്സവം ശ്രദ്ധേയമായി. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണം. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ട ഓട്ടം സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.